ഈ മണ്ഡലകാലം തുടങ്ങിയപ്പോൾ തന്നെ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനമായിരുന്നു ശബരിമലയിൽ അന്നദാനമായി കേരളീയ സദ്യ. മണ്ഡലകാലം തുടങ്ങി ഒരു മാസം പിന്നിടുമ്പോൾ ആ തീരുമാനം യാഥാർത്ഥ്യമായി. ഭക്തരുടെ വയറ് നിറഞ്ഞതിനൊപ്പം മനസ്സും നിറഞ്ഞു. പൊന്നരിച്ചോറിനൊപ്പം പരിപ്പ്, സാമ്പാർ, രസം, അവിയല്, തോരൻ, പപ്പടം, അച്ചാറ്, പായസം. ഭക്തർക്കായി ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നത് വിഭവസമൃദ്ധമായ സദ്യ. ഒരു നേരത്തെ ഭക്ഷണം എല്ലാവർക്കും കിട്ടുക അത് ഏറ്റവും വലിയ സന്തോഷം. ഏറ്റവും മഹത്താകാന്ന് പറയണം, സംശയിക്കേണ്ട ഏറ്റവും നല്ല കാര്യം. നല്ല സദ്യ, തോരനുണ്ട്, പപ്പടമുണ്ട്, പരിപ്പുണ്ട്, അച്ചാറുണ്ട്. നല്ല സൂപ്പറാണ്. ജനങ്ങൾക്ക് ഒത്തിരി ആശ്വാസമാണ്. നല്ല സദ്യയായിട്ട് തന്നെ കൊടുക്കുന്നത് ഇവിടെ. അവിയലും തോരനും എന്നത് ഓരോ ദിവസവും മാറും. മോര്, രസം അല്ലെങ്കിൽ പുളിശ്ശേരി ഏതെങ്കിലും ഒരു വിഭവമായിരിക്കും നൽകുക. സ്റ്റീൽ പ്ലേറ്റും സ്റ്റീൽ ഗ്ലാസുമാണ് സദ്യയ്ക്ക് ഉപയോഗിക്കുന്നത്. 1500-1500 പേർക്ക് കഴിക്കാൻ കഴിയും. എല്ലാവരും ഒരു വരിയിൽ നിന്ന് കയറുന്ന ഒരു അന്നദാനമാണ്. അവിടെ വലിയ ആളെന്നോ ചെറിയ ആളെന്നോ ഉള്ള യാതൊരു വ്യത്യാസവുമില്ല. ഒന്നിടവിട്ട ദിവസങ്ങളിൽ സദ്യയും പുലാവും മാറി മാറി ഭക്തർക്ക് വിളമ്പാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ബിജു VS-നൊപ്പം TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.